ആരാണ് ഷാഫി പറമ്പിൽ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അനുയായികൾക്ക് UDF അനുയായികൾക്കൊക്കെ പറയാനുണ്ടായിരുന്നത് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാണ് ഷാഫി പറമ്പിൽ എന്നാണ്. എന്നാൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പറമ്പിലുള്ള ഷാഫി എപ്പോഴാണ് പാടത്താവുക എന്നുള്ള രീതിയിലേക്കായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള പൊതുജന വികാരത്തെ മാനിക്കാതെ ഷാഫിയും ശിഷ്യന്മാരും KC വേണുഗോപാലിന് വോട്ട് ചെയ്യുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള കാരണം. ഷാഫിയുടെ ശിഷ്യനായ അഭിജിത്ത് അടക്കമുള്ള ഷാഫിയെ അനുകൂലിക്കുന്ന മറ്റു ആളുകളെയൊക്കെ ഷാഫിക്ക് മത്സരിപ്പിക്കാൻ കഴിഞ്ഞു, അവരെയൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് ഷാഫിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് KC വേണുഗോപാലിനെ ഷാഫി സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ വലിയൊരു അനീതി നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്ന് വരുന്ന വാർത്ത തന്നെയാണ്. അയാൾ യോഗ്യനാണ് എന്നുള്ള കാര്യമൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നമ്മൾ പരീക്ഷ എഴുതിയിട്ടാണ് ജയിക്കേണ്ടത്, അല്ലാതെ ജയിച്ചു വന്നിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതല്ല നമ്മുടെ അതിൻ്റെ ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവമായി തൻ്റെതായിട്ടുള്ള ആളുകളെ, അതായത് പാർട്ടി ചുമതല വഹിക്കുന്ന ഹൈക്കമാൻഡിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഇവരെയൊക്കെ സജ്ജീകരിച്ചു, ഇവരെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഈ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ KC വേണുഗോപാൽ അത്തരത്തിലുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഒന്നും തെറ്റില്ല, പക്ഷെ അത് നല്ല രീതിയിലാവണമായിരുന്നു. ഈ 10 വർഷം കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്നു പറയണമായിരുന്നു. അതൊന്നും പറയാതെ എന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് മൈനസ് ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞ് ഈ ജയിച്ചു വന്നപ്പോൾ ഇത്രയും മിന്നും ഒരു വിജയം നേടി 102 സീറ്റൊക്കെ നേടി ഒക്കെ കഴിഞ്ഞ എല്ലാ പ്രവർത്തകരും സന്തോഷഭരിതരായിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഹൈക്കമാൻഡിന്റെ ചർച്ച കഴിഞ്ഞിറങ്ങുന്ന 3 നേതാക്കളെ കണ്ടപ്പോൾ ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രതിനിധിയാണ്. ഒട്ടും തന്നെ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ കണ്ടത്. ഇനിയും വഴുകുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തിട്ട് ഒരു മുഖ്യമന്ത്രിനെ തീരുമാനിച്ചത് എന്ന് പറയുന്നത് EK നായനാരെയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് ആ ഒരു മുഖ്യമന്ത്രി ആക്കാനുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് 8 ദിവസമായിരുന്നു, ആ ഒരു നീണ്ട കാലയളവ് എന്ന് പറയുന്നത്. ഇതിപ്പോ 9 ദിവസം പിന്നിട്ടിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനൊക്കെ ഒരുപാട് ജൂനിയർ ആണ് ഈ പറയുന്ന VD സതീശൻ എന്നതാണ്. അതുകൊണ്ട് VD സതീശൻ പറയുന്നത് എങ്ങനെ കേൾക്കും, അദ്ദേഹത്തിന്റെ കീഴിൽ എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളൊരു ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുള്ളൊരു കാര്യം വളരെ പ്രകടമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവരുടെ മുന്നിലൊക്കെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ വെറും എന്താ പറയാ ചെറിയ കുട്ടിയാണ്. അയാളെ അനുസരിച്ചിട്ടാണ് ഇവരിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിൽ പ്രശ്നമില്ല എന്നും VD സതീശന്റെ പ്രായം ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നതും വലിയൊരു വിരോധാഭാസമാണ്. ഇത്രയും വലിയൊരു വിജയം നേടി ഒരൊറ്റയാള് ഈ പറയുന്ന KC വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോ എത്ര സന്തോഷത്തില് ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തേനെ. അങ്ങനെ ഒരിക്കലും VD സതീശൻ പ്രതിപക്ഷ നേതാവ് പദം അലങ്കരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹമാവും മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ആളുകൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ നിറം മാറുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. M ലിജു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരാധക വൃന്ദങ്ങൾ ശാന്തരാകണം, ഇവിടെ ആര് കോൺഗ്രസ് എന്ന് പോയാലും ഇവിടെ കോൺഗ്രസ് ഉണ്ടാവും എന്നൊക്കെയാണ്. വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് M ലിജു ഇറക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ M ലിജു ജനങ്ങളോട് മാപ്പ് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം 3 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് 8 നിലയിൽ പൊട്ടിയ ഒരു വ്യക്തിയാണ് M ലിജു. കഴിഞ്ഞ തവണ കരഞ്ഞ്, ഇപ്പൊ ഈ പ്രാവശ്യം ആളുകളോട് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടാണ് M ലിജു വിജയിച്ചിട്ടുള്ളത്. ആ വിജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് VD സതീശനെ പോലെയുള്ള പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാവം തന്നെയാണ്. ആളുകൾക്ക് എന്താണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നതെന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നും ആളുകളുമായി തുറന്ന സംവാദം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഒരു ആകാംക്ഷഭരിതമായ ഒരു സംഭവം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ ആകാംക്ഷഭരിതരായിട്ടിരിക്കുകയാണ്. VD സതീശന്റെ ആ വിഷൻ എന്താണ്, അദ്ദേഹം പറയുന്നത് എത്രമാത്രം പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു
കാഴ്ചപ്പാടിലാണ് ജനം ഇരിക്കുന്നത്. ആ ഒരു ഓളമാണ് എം ലിജുവിനെ പോലെയുള്ള ആളുകൾക്ക് വോട്ട് കിട്ടാൻ സാധിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് എം ലിജു മത്സരിച്ച് ജി സുധാകരനൊക്കെ ഇപ്പോൾ UDF അനുകൂലിക്കുന്ന ആളുകളായി വന്നതൊക്കെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത്രയും നീതികേടായിട്ടുള്ള ഒരു കാര്യമാണ് എം ലിജു പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വേദനാജനകവും അതുപോലെ തന്നെ അപമാനകരവുമാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുന്നു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന ഓളമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, KC വേണുഗോപാൽ നമ്മുടെ മുഖ്യമന്ത്രി ആയി എന്ന് വരികയും ഈ ജനം ഇതൊക്കെ മറന്ന് അതൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. പിന്നീട് ഈ പറയുന്ന VD സതീശനെ നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ 2031 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് നേരിടുകയുമാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാലിന്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുകയും അവിടെ VD സതീശൻ എന്ന് പറയുന്ന നേതാവിന് വലിയ ഒരു റോളില്ലാതെ വരികയും ചെയ്യും. എന്നിട്ടും VD സതീശൻ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും ഈ തരത്തിലുള്ള ഒരു വിജയം UDF ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ ഒന്ന് ക്ഷമിക്കണം, ഇത്തവണ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് VD സതീശൻ വിചാരിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഓരോ കാലഘട്ടങ്ങളിലും മാറി വരുന്ന ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡിനനുസരിച്ച് ഊർജ്ജസ്വലമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവാക്കളെയും കുട്ടികളെയും കൗമാരപ്രായക്കാരെയൊക്കെ ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരുപോലെ സംവദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ പ്രായം കുറവാണ്, ഊർജ്ജസ്വലനാണ്, ഇതൊക്കെ പ്ലസ് പോയിന്റ് ആണ്. ഇത്തരത്തിലുള്ള ആളുകളെയാണ് കേരളത്തിന് വേണ്ടത്. മാത്രവുമല്ല ഈ സാമൂഹിക അടിസ്ഥാനത്തിലുള്ള ആളുകളോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സമുദായ നേതാക്കളായിട്ടുള്ള സുകുമാരൻ നായരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും കാന്തപുരവും സഖാക്കളൊക്കെ ഒരുമിച്ച് ഒരാളെ എതിർക്കണമെങ്കിൽ അയാളിൽ എന്തോ ഒരു പ്രഭാവം ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവുകയല്ല ചെയ്തത്. അയാൾ നേരിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകി സംവാദം നടത്തി ജനങ്ങളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി. അതൊക്കെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഇത്രയും ഭൂരിപക്ഷം ലഭിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെ തള്ളിപ്പറയുകയും ഇങ്ങനെ ഒരാൾ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രി ആക്കുകയും എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ലാത്ത കാര്യമാണ്. ഏതായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയി വന്നാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ജനാധിപത്യ വ്യവസ്ഥയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് എന്തായാലും എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ജനാധിപത്യത്തിൽ ജനമാണ് രാജാവ്. ആ രാജാവ് നിശ്ചയിക്കുന്ന ആളായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിർഭാഗ്യവശാൽ അതല്ലാതെ പോകുന്നു എന്നുള്ള ഒരു വലിയ സത്യം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഏതായാലും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ജനം എങ്ങനെ കാണുന്നു എന്നുള്ളത് കേരള ജനത കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.